നമസ്കാരം. പലതരത്തിലുള്ള ചിക്കൻ കറികൾ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബാച്ചിലേഴ്സിനും വളരെ തിരക്കുള്ളവർക്കും പാചകം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സാധാരണ ചിക്കൻ കറിയാണ്. വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായിട്ട് ഒരു പാൻ ചൂടാക്കി 4 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 1/2 kg ചിക്കൻ ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത്. എണ്ണ ചൂടാകുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 100 ഗ്രാം ചെറിയ ഉള്ളിയും 2 സവാളയും ചേർത്ത് വഴറ്റുക. ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ടേസ്റ്റ് വളരെ കൂടുതലായിരിക്കുന്നത്. ഇതിലേക്ക് ഉപ്പൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം. പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 5 എണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ചതച്ചോ പേസ്റ്റാക്കിയോ ഉപയോഗിക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം ഇത് വഴറ്റുക. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മസാല ഇവ ചേർത്ത് ലോ ഫ്ലെയിമിൽ പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. വൃത്തിയാക്കി എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. വീണ്ടും 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് തിളച്ച വെള്ളം ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് വേവിക്കുക. അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ചിക്കൻ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം. വേവ് കൂടുതലായതുകൊണ്ട് വീണ്ടും 10 മിനിറ്റ് കൂടി നമുക്കിത് കുക്ക് ചെയ്യാം. ടോട്ടൽ 20 മിനിറ്റ് കുക്ക് ചെയ്തു. ഏകദേശം കറി നമ്മുടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ചേർത്ത് ഒരു 10 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഇനി ചിക്കൻ കറിയിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ ആവശ്യമാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർക്കാം. ഈസി ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് കൂടെ ചേർത്ത് കൊടുത്താൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. സ്വാദിഷ്ടവും ഹെൽത്തിയുമായ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം ടേസ്റ്റ് ബാലൻസ് ആയതിനു ശേഷം വിളമ്പാം.